ഹായ് ഫ്രണ്ട്സ്, ഓണം ക്ലീനിങ് പാർട്ട് 2 ആണ്. അപ്പോൾ വാവിച്ചി കിടക്കുന്ന റൂമാണ് ഇന്ന് ക്ലീൻ ചെയ്യണത്. അപ്പോൾ വാവിച്ചി അതാണ് ഞങ്ങളുടെ ഒപ്പം നിൽക്കണത്. അപ്പോൾ അങ്ങനെ ബിജാഷേട്ടനും ഞാനും കൂടിയിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ വാവിച്ചി പറഞ്ഞു, അമ്മയെ കുറച്ചൊക്കെ ഞാൻ ഒതുക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മീഷോന്ന് വാങ്ങിച്ചൊരു സ്റ്റാൻഡാണ്. അപ്പോൾ എല്ലാവരുടെയും ഇന്നറുകളൊക്കെ ഓരോ ബോക്സിലാക്കിയിട്ട് വെക്കും. അപ്പോൾ എടുക്കാനൊക്കെ സൗകര്യമില്ലേ. അപ്പോൾ അതൊക്കെ ആൾ തുടച്ച് തന്നിട്ടുണ്ട്. പിന്നെ മുകളിലത്തെ ബോക്സിൽ സ്പ്രേ കുപ്പികളാണ് ഇടുക. അപ്പോൾ അതിലൊരുവിധം സ്പ്രേ കുപ്പികളുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തന്നതാണ്. അതിന് ശേഷം പിന്നെ നല്ലോണം മാറാലിയും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ചെറിയ രീതിയിൽ ചതലിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴത്ത് ടൈലൊന്നും ഇട്ടിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ ഒരുവിധം വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ടൈലൊന്നും ഇടാത്ത കാരണം പിന്നെ ഈർപ്പൊക്കെ നല്ല മഴയൊക്കെ അടുപ്പിച്ച് നിന്നാൽ നമുക്ക് നിലത്തൊക്കെ ഈർപ്പം തട്ടുമ്പോൾ ചെതലൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ജനലകളും അലമാരിയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ജനലകളും ഇതൊക്കെ തുടച്ചു. ഒരു ജനല മാത്രമാണ് ഞാൻ തുടച്ചത്. ഒരു ജനല വാവിച്ച് തുടച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, വാവിച്ച് നിനക്ക് പഠിക്കാണ്ട്, നീ പഠിച്ചോ, ഇന്നത്തെ ഒരു ദിവസം കൂടിയല്ലേ പരീക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വേണ്ടമ്മേ, ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഒതുക്കി തരാം. എന്താണെന്ന് വെച്ചാൽ അവളുടെ കാര്യങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ എവിടെയാണ് വെക്കേണ്ടതെന്ന് അവൾക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ അവൾ അത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ബിജാഷേട്ടൻ എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ചെറിയ റൂമാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ കുറേ പൊടി മാറാലുള്ള കാരണം നല്ല പണി ഉണ്ടായിരുന്നു. പിന്നെ കട്ടിലും അലമാരിയും പിന്നെ ഒരു മേശയും ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ വാവിച്ചിയുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കണത്. അപ്പം അങ്ങനെ അതൊക്കെ മാറ്റിയിടാനും എല്ലാതും നോക്കി. അപ്പം അങ്ങനെ ഈ റൂമിലെ ജനല ക്ലീൻ ചെയ്യാനായിട്ട് നല്ല സുഖമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കമ്പിയായ കാരണം പെട്ടെന്ന് തുടച്ചെടുക്കാനൊക്കെ പറ്റും. പക്ഷേ ഹോളിലെത്തിയും വേറൊരു റൂമിലെത്തിയും ജനലകൾ ഇത്തിരി ഇങ്ങനെ കമ്പികളൊക്കെ അടുപ്പിച്ചിട്ടുള്ള കമ്പികളാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ ഇതിലെ മുമ്പത്തെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഹോളിലത്തെ ജനല. അത് കാരണം അത് തുടയ്ക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വിജാഷേട്ടൻ പുറത്തുനിന്നൊക്കെ തുടച്ച് തന്നു. ഞാൻ തുറന്നിട്ടപ്പോൾ പിന്നെ ഞാൻ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തു. അപ്പോൾ കുറച്ച് നേരമൊക്കെ വിജാഷേട്ടൻ നോക്കി നിൽക്കുകയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ എന്നോട് പറഞ്ഞു അത്രയൊക്കെ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ചെയ്യല്ലേ, നല്ല വൃത്തിക്കായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒക്കെ തുടച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മരത്തിൻ്റെ ജനലൊന്നല്ല, നമുക്ക് വാർപ്പിൻ്റെ ഒരു ജനലയാണ്. അത് കാരണം വെള്ളമൊക്കെ ആയിട്ട് തുടച്ചാലും കേടാകുന്നില്ല. അപ്പോഴേക്കും മണിക്കൂട്ടൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു. ഷാളേനെ ഞാൻ അങ്ങോട്ട് അടുപ്പിച്ചില്ല, വേഗം പൊക്കോളാൻ പറഞ്ഞു. ആൾക്ക് പൊടിയൊന്നും പറ്റില്ല, അലർജിയും തുമ്മലൊക്കെ വരും. പിന്നെ ഇന്നത്തെ ദിവസം രാത്രി ഉറങ്ങാനും പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട മണിക്കൂട്ടൻ, നീ അങ്ങോട്ട് പൊക്കോളാൻ. അപ്പോൾ ആ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ വാവിച്ചിയും മണിക്കൂട്ടനും കൂടി ബിഗ് ബോസ് കാണാനായിട്ട് പോയി. കുറച്ച് നേരമൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വരും. പിന്നെ അവിടെ പോയിരുന്ന് ബിഗ് ബോസ് ഒക്കെ കാണും. അപ്പോൾ കർട്ടൻ്റെ കമ്പിയാണിത്. കർട്ടനൊന്നും ഇട്ടിട്ടില്ല. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ കമ്പിയൊക്കെ വാങ്ങിച്ചിട്ടു. കർട്ടൻ ഇടാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വാവിച്ചോട് പറഞ്ഞു, വാവിച്ച് നിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് വെക്കുമെന്ന് പറഞ്ഞപ്പോൾ ആളതൊക്കെ മാറ്റി അതുമെന്ന് അതൊക്കെ ഒതുക്കി വെക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ കട്ടിലിൻ്റെ വീരിയൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ പുതിയ വീരിയൊക്കെ വിരിച്ചു. അപ്പോൾ അങ്ങനെ കട്ടിലൊക്കെ ഇങ്ങനെ തിരിച്ചിട്ടു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ മേശ ഇടാനായിട്ട് സൗകര്യം കുറവായ കാരണം മേശ ഞാനിങ്ങനെ കട്ടിലിൻ്റെ അടുത്ത് തന്നെ തിരിച്ചിട്ടു. അപ്പോൾ വാവിച്ചിക്ക് കെടുക്കുമ്പോൾ എഴുതാനൊക്കെ സൗകര്യമല്ല, ഇരുന്നിട്ടൊക്കെ കട്ടിലും ഇരുന്നിട്ട് അതുമ്പോൾ വെച്ച് എഴുതാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ തുണികളുടെ സെക്ഷനിലേക്ക് കടന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഇത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം കേട്ടോ.